ഇന്ത്യ സഖ്യത്തിന്റെ യോഗം തിരഞ്ഞെടുപ്പില് വോട്ടെണ്ണൽ പ്രക്രിയയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് കൂടിയത്. വളരെ വിശദമായി ചർച്ച ചെയ്തു. വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ കൌണ്ടിംഗ് സ്റ്റേഷനിലിരിക്കുന്ന ഏജന്റന്മാർക്ക് കൃത്യമായ നിർദ്ദേശം കൊടുക്കാനായിട്ട് ഒരു കോമൺ ആയിട്ടുള്ള യൂണിഫൈഡ് ആയിട്ടുള്ള നിർദ്ദേശപത്രിക ഇന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അത് എല്ലാ പാർട്ടികളും അവരവരുടെ ഏജന്റുമാർക്ക് എത്തിക്കും. നാളെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ടുള്ള ചില ആശങ്കകളുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണാൻ വേണ്ടി നാളെ സമയം ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യ അലയൻസിന്റെ പ്രതിനിധികൾ എല്ലാവരും കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണും. എന്തുകൊണ്ടാണ് എക്സിറ്റ് പോളിൽ പങ്കെടുക്കാനുള്ള തീരുമാനം കോൺഗ്രസ് പെട്ടെന്ന്? ഇന്ത്യ അലയൻസിന്റെ മൊത്തത്തിൽ പൊതുവായ അഭിപ്രായം എക്സിറ്റ് പോളിൽ പങ്കെടുക്കണം, പങ്കെടുത്ത് ശക്തമായി നമ്മുടെ വികാരം പറയണം എന്നാണ് തീരുമാനം. അതനുസരിച്ച് നമ്മൾ പങ്കെടുക്കുന്നു. അല്ല, കൌണ്ടിംഗ് എന്ന് വെച്ചാൽ നേരത്തെ ഒരു ആശങ്ക ഉണ്ടായിരുന്നു, അതിപ്പം ദൂരീകരിച്ചിട്ടുണ്ട്. അതായത് സാധാരണഗതിയിൽ പോസ്റ്റൽ ബാലറ്റാണ് ആദ്യം എണ്ണുക. ഇപ്രാവശ്യം പോസ്റ്റൽ ബാലറ്റ് സാധാരണ ബാലറ്റ് പോലെയല്ല. 17,000, 18,000, 20,000 ഒക്കെ ഉണ്ട് ഓരോ പാർലമെന്റ് കോൺസ്റ്റിറ്റ്യുൻസി. 25,000 വരെയുള്ള പാർലമെന്റ് കോൺസ്റ്റിറ്റ്യുൻസികളുണ്ട്. അപ്പോൾ അതിനൊരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല ഇലക്ഷൻ കമ്മീഷൻ ഉത്തരവിൽ. നേരത്തെ സർക്കാരിന്റെ നേരത്തെ നിയമം ഉണ്ടായിരുന്നു. ആ നിയമം അനുസരിച്ച് പോസ്റ്റൽ ബാലറ്റ് ഫസ്റ്റിൽ എണ്ണണം, അത് കഴിഞ്ഞ് EVM. അങ്ങനെയാണ്. EVM റിസൾട്ട് വരുന്നതിന് മുമ്പേ പോസ്റ്റൽ ബാലറ്റ് തീർന്നിരിക്കണം എന്നാണ് നമ്മൾ തീരുമാനിച്ചിരുന്നത്. അങ്ങനെയാണ് ധാരണയുണ്ടായത്. അതിലൊരു ചെറിയ മാറ്റം വന്നു. ചില കലക്ടർമാർ EVM ആദ്യം എണ്ണാൻ വേണ്ടി പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ഞങ്ങളൊരു ക്ലാരിറ്റി ചോദിച്ചു. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ക്ലാരിറ്റി പറഞ്ഞിട്ടുണ്ട്, അത് പോസ്റ്റൽ ബാലറ്റ് തന്നെയായിരിക്കും ആദ്യം എണ്ണുക എന്നുള്ളത്. അതുകൊണ്ട് അല്ലാതെ മറ്റു പല ആശങ്കകളും നമുക്ക് തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് ഒരു റൗണ്ട് കംപ്ലീറ്റ് പൂർത്തിയാക്കി കഴിഞ്ഞ് മാത്രമേ അതിന്റെ ഉറപ്പാക്കിയിട്ട് മാത്രമേ അടുത്ത റൗണ്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൃത്യമായ ഒരു ഇൻസ്ട്രക്ഷൻ പോകണം എന്നുള്ളത് ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. അത് അറിയിക്കാനാണ് പോകുന്നത്. ഈ ജൂൺ 4 പ്രതീക്ഷ എങ്ങനെയാണ്? നരേന്ദ്രമോദി ധ്യാനം കഴിഞ്ഞ് മടങ്ങിയിട്ടുണ്ട് ഡൽഹിയിൽ. വളരെ നല്ലത്. ഞങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനമാണ് കോൺഗ്രസ് അധ്യക്ഷൻ ഇവിടെ എല്ലാ പാർട്ടികളും ഞങ്ങളുടേതായ ഇന്റേണൽ സർവേകൾ, അതോടെ സംസ്ഥാനങ്ങളിലെ നേതാക്കന്മാരുടെ ഇന്നിവിടെ കൂടിയ നേതാക്കന്മാരുടെ കൃത്യമായിട്ടുള്ള വളരെ സൂക്ഷ്മമായിട്ടുള്ള അവലോകനവും അസസ്മെന്റും അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഫിഗറാണ് കോൺഗ്രസ് പ്രസിഡന്റ് ഇവിടെ പറഞ്ഞത്. ആ ഫിഗറിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. ഞങ്ങളുടെ ഗവൺമെന്റ് ഉണ്ടാക്കും.